ഈ കളി കൊള്ളാം. ലീഗുകാർ ശരണം വിളിയുള്ള അയ്യപ്പൻ പാട്ടിനെ തെരഞ്ഞെടുപ്പ് കാലത്ത് വലുപ്പ് പാരഡിയാക്കി ഇറക്കി. അത് സഖാക്കൾക്ക് എതിരാണല്ലോ എന്ന് കരുതി സംഘികൾ പാടി നടന്നു. ഈ കമന്റ് ബോക്സിലൊക്കെ ലീഗുകാർ സംഘികൾക്ക് മോരും വെള്ളം കലക്കി കൊടുക്കുന്നു, തിരിച്ച് സംഘികൾ ലീഗുകാർക്ക് സുലൈമാനി കൊടുക്കുന്നു. മൊത്തം മതസൗഹാർദ്ദം പൂത്തുലയുന്നു. സഹോദര സ്നേഹം നാട് മുഴുവൻ പരക്കുന്നു. എന്നാൽ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കളി ചെറുതായി ഒന്ന് മാറി. ആവശ്യം കഴിഞ്ഞ സംഘികൾ ഏതോ അയ്യപ്പ സേവാ ടീമിനെ ഇറക്കി ലീഗുകാർക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു. സ്വാഭാവികമായും അയ്യപ്പ സേവാ ടീമും കേസുമൊക്കെ CPM-ന്റെ തലയിലാവുകയും ചെയ്തു. ഒരു കാര്യത്തിൽ UDF-കാരെ സമ്മതിക്കണം. അവരുടെ നേതാക്കൾ ഏത് നാറിയ കളിക്കും അണികൾക്കൊപ്പം മുന്നിലുണ്ടാകും. എന്നാൽ ഇപ്പുറത്ത് ഇടതുപക്ഷത്തെ കാര്യം കഷ്ടമാണ്. നേരുള്ളൊരു കാര്യത്തിന് പോലും പ്രതികരിക്കാൻ മഷീട്ട് നോക്കിയാൽ ഒരു നേതാവിനെയും ചിലപ്പോൾ കാണില്ല. പാട്ടിൻ്റെ കാര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു മുഴം നീട്ടിയെറിയുന്നതിൽ UDF സഖ്യം വിജയിച്ചു എന്ന് വേണം പറയാൻ. UDF ഇറക്കിയ പാട്ടുകളും AI വീഡിയോകളും നാളെ പാരയാകുമെന്ന് അവരുടെ ജമാഅത്തെ വിദഗ്ധർക്ക് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ CPM-ൻ്റേത് വർഗീയത എന്ന് മുൻകൂട്ടി പ്രചരിപ്പിച്ച് സ്വയം രക്ഷപ്പെടാനുള്ള തിരക്കഥ അവർ കൃത്യമായി ഒരുക്കി വച്ചിരുന്നു. ഇടതുപക്ഷത്തു നിന്ന് ഒരു നേതാവും വികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞത് ഏതോ തിരുവാഭരണ പാത സംരക്ഷണ സമിതിക്കാരനാണ്. പക്ഷേ ഇത് തീക്കളിയാകുമെന്നും ചട്ടലംഘനമാകുമെന്നും CPM ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയാണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. കോൺഗ്രസും മുസ്ലിം ലീഗും ചേർന്ന് ഇപ്പോൾ പുറത്തിറക്കിയ ഈ പാരഡി പാട്ടിന് യാതൊരുവിധ കുഴപ്പവുമില്ല എന്ന് BJP നേതാക്കളുമൊക്കെ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. മതവിശ്വാസം വ്രണപ്പെടില്ല എന്ന് ശ്രീജിത്ത് പണിക്കരെ പോലുള്ള സംഘപരിവാർ അനുകൂലികളും വ്യക്തമാക്കിയിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആരവമൊക്കെ കഴിഞ്ഞ ശേഷം അടുത്ത തെരഞ്ഞെടുപ്പ് ഇങ്ങോട്ട് അടുത്തു വരുന്ന സമയത്ത് BJP-യുടെയും അനുബന്ധ സംഘപരിവാർ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഒരു വലിയ നീക്കം കോൺഗ്രസ്സുകാരും ലീഗുകാരും പ്രതീക്ഷിക്കണം. പ്രധാനമായും മുസ്ലിം ലീഗുകാരും കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന സുഡാപ്പികളും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിക്കാരുമൊക്കെ ഈ ഒരു പണിയും പ്രതീക്ഷിക്കുക തന്നെ വേണം. പണി എന്താണെന്ന് ചോദിച്ചാൽ അവർ, അതായത് സംഘപരിവാറുകാർ, നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തെക്കുറിച്ചും ദൈവങ്ങളെക്കുറിച്ചുമൊക്കെ പ്രതിപാദിച്ചുകൊണ്ട് പാരഡികൾ പടച്ചുവിട്ടേക്കും. അതിനെതിരെ നിങ്ങൾക്കെന്തെങ്കിലും പ്രതികരിക്കാൻ കഴിയുമോ? അങ്ങനെ ചോദിച്ചാൽ കഴിയില്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം നിങ്ങൾ പടച്ചുവിട്ട പാട്ടുകൾക്ക് താളമിട്ടവരാണ് സംഘപരിവാറുകാർ. അപ്പോൾ അവർ പടച്ചുവിടുന്ന പാട്ടുകൾക്ക് നിങ്ങളും താളമിട്ട് കൊടുക്കേണ്ടി വരും. വിഷമം കടിച്ചമർത്തി അവർ അത് ചെയ്തെങ്കിൽ വിഷമം ഉള്ളിലൊതുക്കി നിങ്ങളും അവർ പാടുന്ന പാരഡി പാട്ടുകൾ കേൾക്കേണ്ടി വരും, സഹിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ ഉറപ്പായും നടക്കുമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പ്രതിരോധിക്കാനാകില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ യഥാർത്ഥ അർത്ഥം. അവർ ഇത്തരത്തിലുള്ള അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന ബോധം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതായിരുന്നു. എനിക്കിതിനകത്ത് ഈ പാട്ടിൽ പ്രശ്നമുള്ള വരി ഇതിനകത്താണ്. അതായത് ആചാരങ്ങളെ ലംഘിക്കാനായി അമ്മിണിമാരെ മലകേറ്റി എന്നുള്ളത് അതൊരു വലിയ പ്രശ്നമാണ്. കാരണം അതെങ്ങനെയാണ് ഇവർ എഴുതുക? അതും കോൺഗ്രസും UDF-ഉം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നൊരു പാരഡി പാട്ടിൽ ബിന്ദു അമ്മിണി എന്ന ഒരു റിയൽ വ്യക്തിയെക്കുറിച്ചാണല്ലോ എഴുതിയിരിക്കുന്നത്. ബിന്ദു അമ്മിണി എന്തെങ്കിലും കുറ്റം ചെയ്തോ? അമ്മിണിമാരെ കയറ്റിയെ ആചാരങ്ങളെ ലംഘിക്കാനായി അവരെന്തെങ്കിലും കുറ്റം ചെയ്തോ? നമ്മുടെ നാട്ടിലെ ഏറ്റവും ഉന്നതമായുള്ള നീതിപീഠം ഒരു വിധി പറഞ്ഞു. അതും വർഷങ്ങൾ നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിന് ശേഷം തന്ത്രിമാരുടെയും ആചാര വിദഗ്ധരുടെയും രാഷ്ട്രീയക്കാരുടെയും ഭരണകർത്താക്കളുടെയും BJP-യുടെയും RSS-ൻ്റെയും എല്ലാം അഭിപ്രായമെടുത്തിട്ട് വിവിധങ്ങളായിട്ടുള്ള വശങ്ങൾ പരിഗണിച്ചിട്ട് ശബരിമലയിലെ ഈ കേസ് പരിഗണിക്കുന്ന ഈ പ്രത്യേക വിഷയം പരിഗണിക്കുന്ന 5-അംഗ ബെഞ്ച്, സുപ്രീം കോടതിയുടെ ഉന്നത ന്യായാധിപന്മാരുടെ പീഠം ഇക്കാര്യത്തിൽ വിധി പറഞ്ഞു, സ്ത്രീകൾക്ക് കയറാമെന്ന്. നാട്ടിലെ ലോ ഓഫ് ദ ലാൻഡായിട്ട് അത് വന്നു. സ്വാഭാവികമായിട്ടും ബിന്ദു അമ്മിണിക്ക് അവിടെ പോകാവുന്നൊരു നില ഈ രാജ്യത്തെ നിയമങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടായിരുന്നൊരു കാലത്ത് അവർ കയറാൻ ശ്രമിച്ചു. പിന്നീടാണല്ലോ പിന്നീട് വീണ്ടും അതിനൊരു ബാൻ വന്നത്. അന്ന് ബാൻ ഇല്ലാത്ത സമയത്ത് അവർ അവിടേക്ക് കയറി. ഒരു ജനാധിപത്യ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് ഇതിനോട് എങ്ങനെയാണ് യോജിക്കുന്നത്? BJP-യുടെ രാഷ്ട്രീയ നിലപാട് വേറെയാണ്. അതിന് മുമ്പൊക്കെ വേറെയായിരുന്നു, ഇപ്പോൾ അവരുടെ നിലപാട് വേറെയാണ്. BJP-ആണ് ഈ പാട്ടിലെ ഈ വരി എഴുതിയിരുന്നെങ്കിൽ, അതായത് ആചാരങ്ങളെ ലംഘിക്കാനായി അമ്മിണിമാരെ മലകേറ്റി എന്ന് എഴുതിയിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. കേരളം ഭരിച്ചിട്ട് പരിചയമല്ല BJP-ക്ക്. കേരളം ഭരിച്ചിട്ട് പരിചയമുള്ള UDF-ന്, മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾക്ക് അല്ലെങ്കിൽ പ്രവർത്തകർക്ക് എങ്ങനെയാണ് ഈ പാട്ട് പാടി ഈ വരികൾ പാടി നടക്കാൻ പറ്റുക? അതായത് നാട്ടിലെ നിയമങ്ങൾക്ക് അധിഷ്ഠിതമായിട്ട് ആ നിയമത്തിൽ വിശ്വസിച്ചിട്ട് സുപ്രീം കോടതിയുടെ വിധിയിൽ വിശ്വസിച്ചിട്ട് സ്ത്രീകൾ മലകയറാനായിട്ട് വന്നപ്പോൾ അതിനകത്തുണ്ടായിരുന്ന ബിന്ദു അമ്മിണിയെ എങ്ങനെയാണ് ഇങ്ങനെ അപമാനിക്കാനായിട്ട് ഈ എഴുതിയ ആളുകൾക്ക് സാധിക്കുക? അത് വീണ്ടും വീണ്ടും പാടിയുള്ള ആളുകൾക്ക് സാധിക്കുക എന്ന് കോൺഗ്രസിൻ്റെയും മറ്റുമൊക്കെ
വലിയ മഹാന്മാരായിട്ടുള്ള ആളുകൾ തന്നെ അതിന് മറുപടി തരട്ടെ എന്ന് പറയാം. പിന്നെ രണ്ടാമത് ഇതിപ്പോൾ ഇങ്ങനൊരു പാട്ട് വന്നു എന്ന് വെച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞല്ലോ CPM ഇങ്ങനൊരു പാട്ട് വന്നുകൊണ്ടാണോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടായത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ VD സതീശനടക്കമുള്ള വിജയമുണ്ടായത് LDFന് തിരിച്ചടി ഉണ്ടായത്. VD സതീശനടക്കമുള്ള ആളുകൾ, രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ, KC വേണു, ഈ പറയുന്ന പ്രധാനപ്പെട്ട നേതാക്കളും ഏറ്റവും താഴെയുള്ള പ്രവർത്തകരടക്കം അതികഠിനമായിട്ട് അധ്വാനിച്ചിട്ട് അനവധിയായുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ചിട്ട് ഉണ്ടായൊരു വിജയമാണല്ലോ ഇത്. ഇതിപ്പോൾ ഈ പാട്ടിനാണ് മുഴുവൻ ക്രെഡിറ്റും കൊടുക്കുന്നതിൻ്റെ കാര്യം എന്താണ്? ഈ പാട്ട് രസമുള്ളൊരു പാട്ടായതുകൊണ്ടും ഈ അയ്യപ്പ സ്വാമിയെ എന്നുള്ള വരി എല്ലാവർക്കും ഈണവും വരികളും ആളുകൾക്കെല്ലാം പരിചിതമായതുകൊണ്ടും നല്ല രസമായിട്ട് എഴുതിയിരിക്കുന്നത് കൊണ്ടും ഇതിങ്ങനെ ഹിറ്റായി എന്നേ ഉള്ളൂ. അപ്പോൾ ആ രാഷ്ട്രീയത്തിനകത്തുണ്ട്. അപ്പം മതവികാരം വ്രണപ്പെട്ടു എന്നും പറഞ്ഞ് പരാതി കൊടുക്കുന്നത് ഒട്ടും ഗുണകരമായിട്ടുള്ള കാര്യമല്ല. പാട്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഇത്തരം പാട്ടുകൾ നേരത്തെ അയ്യപ്പ പയ്യപ്പോ എന്ന് പറഞ്ഞ പാട്ടുണ്ടെന്ന് നമ്മൾ തന്നെ പറഞ്ഞല്ലോ. മന്ത്രിയെ പയ്യപ്പോ കോണ്ടസയിലും ബെൻസിലും പാഞ്ഞു നടന്ന കാലത്തിൽ പാട്ടാണ്. അപ്പോൾ പയ്യപ്പോ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക, അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. അല്ലാതെ ഇത് ഇങ്ങനൊരു പാട്ടുണ്ടാക്കിയ ഉടനെ ഇതാ മതവികാരം വ്രണപ്പെട്ടെ എന്നൊക്കെ പറഞ്ഞ് പോകാൻ തുടങ്ങിയത് എവിടെ ചെന്ന് അവസാനിക്കും? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഈ പറഞ്ഞ പോലെ നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ മരപ്പെയ്ത്ത് ഇങ്ങനെ വല്ലാത്ത തോതിൽ ബിഷപ്പെയ്ത്തായിട്ട് മാറാതെ ഇതങ്ങ് ഒതുക്കിയിട്ട് അടുത്ത വിഷയത്തിലേക്ക് ആളുകൾ കയറി പോകുന്നതാണ് നല്ലത്. ഈ അമ്മിണിമാരെ മലകയറ്റി എന്ന വരിയോട് ഇതിപ്പോൾ ഇങ്ങനെ കൂലങ്കഷമായിട്ട് ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ്, ഇപ്പം നാട്ടിൽ ഇങ്ങനെ ചർച്ചയുള്ളത് കൊണ്ടാണ് അമ്മിണിമാരെ മലകയറ്റി ആചാരങ്ങളെ ലംഘിക്കാനായി എന്ന് പറയുന്നതിൽ ഒരു അങ്ങേയറ്റം വലിയ അനീതി ബിന്ദു അമ്മിണിയോടുമുണ്ട്. പിന്നെ ആ കോടതി വിധി ഉള്ളത് കൊണ്ടാണ് അവർ കയറാൻ വന്നത്. കോടതി വിധിയുള്ളത് കൊണ്ട് സർക്കാരിന് അവരെ തടയാനാവുകയുമായിരുന്നില്ല. അതുകൊണ്ട് ഈ കേരളം ഭരിച്ചിട്ട് ജനാധിപത്യപരമായുള്ള ഭരണം നടത്തിയിട്ടും സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കാൻ ബാധ്യതപ്പെട്ട ഈ ഭരണ സ്ഥലങ്ങളിലൊക്കെ സ്ഥാപനങ്ങളിലൊക്കെ ഇരുന്നിട്ടുള്ള കോൺഗ്രസും UDFും ഇങ്ങനെ ചെയ്യുന്നത്, ഈ വരിയെ ഇങ്ങനെ പ്രഘോഷിക്കുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇനി അവർ ആ പാട്ട് പാടുകയാണെങ്കിൽ ആ വരി ഒഴിവാക്കിയിട്ട് വേണം പാടാൻ എന്നത് എൻ്റെ ഒരു അഭിപ്രായമാണ്, ഒരു നിർദ്ദേശമാണ്. പിന്നെ ഒരു കാര്യം കൂടെയുള്ളത്, ഹർഷ, ഇതിനോട് യഥാർത്ഥത്തിൽ CPMും മറ്റും അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പ്രവർത്തകർ ഇതിനോട് ഫൈറ്റ് ചെയ്യേണ്ടിയിരുന്നത്, എൻ്റെ സജഷൻ ഇതേ ടൂണിൽ വേറെ 2 വരികൾ എഴുതിയെങ്കിൽ അവരുടെ പാട്ടങ്ങ് പാടിയാൽ മതിയായിരുന്നു. ഇതിപ്പോൾ എല്ലാവരുടെയും വരികളും എല്ലാവരുടെയും ട്യൂണുമാണല്ലോ. അപ്പോൾ ഇത് തിരിച്ചൊരു പാട്ടുണ്ടാക്കുക, അപ്പോൾ ആളുകൾ ഈ പാട്ട് കൂടെ പാടി നടന്നോളൂ. ഇപ്പോൾ ഞാനിങ്ങനെ പാടുമ്പോൾ തന്നെ പയ്യപ്പോ പോറ്റിയെ എന്നൊക്കെയാണ് നമ്മൾ പാടുന്നത്. പോറ്റിയെ കേറ്റിയെ എന്നൊക്കെ നമ്മൾ മനസ്സിൽ പാടുക. അപ്പോൾ അതിനെ ആളുകൾക്ക് റിവേഴ്സ് ചെയ്യാവുന്ന ഒരു CPM പാട്ടുണ്ടായി കഴിഞ്ഞാൽ ആളുകൾ അതും പാടി നടന്നോളും. അപ്പോൾ ഇതിനെയൊക്കെ ക്രിയേറ്റീവായിട്ട് നേരിടുക എന്നല്ലാതെ കോടതിയിൽ മറ്റുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതും ശരിയായ കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഇതിനകത്ത് ഒരു കാര്യം, ഇത് CPIM ആണോ പരാതി? CPM ഇതുവരെ കൊടുത്തിട്ടില്ല. CPIM അല്ല പരാതി കൊടുത്തത്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മളതിനെ കാണേണ്ടതില്ല. ഇതിനെനിക്ക് തോന്നിയത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് ആ നിലയ്ക്ക് ഒരു പ്രചാരണം ഉണ്ടായി. അതായത് ലെഫ്റ്റ് ഹാൻഡിലുകളിൽ നിന്ന്, ചില സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നൊക്കെ ഇത് അയ്യപ്പനെ മോശമായി ചിത്രീകരിക്കുന്ന പാട്ടാണ് എന്ന മട്ടിലൊരു പ്രചാരണം ഉണ്ടായി. സ്വാഭാവികമായിട്ടും അത് പാർട്ടി ഔദ്യോഗിക തലത്തിൽ തീരുമാനമെടുത്ത് നടത്തുന്ന പ്രചാരണമൊന്നുമല്ല. പക്ഷേ അതിനൊരു ഔദ്യോഗിക സ്വഭാവം ഉണ്ടാകുന്നത് CPIMൻ്റെ പ്രാദേശിക നേതൃത്വം ഇങ്ങനെ ഒരു പരാതി എന്തോ കൊടുത്തേക്കും എന്നുള്ള വാർത്ത കൂടി വരുമ്പോഴാണ് ആ സ്വഭാവം ഉണ്ടാകുന്നത്. എന്തായാലും CPIM നേതൃത്വം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെയല്ല അവരുടെ ഒരു ചരിത്രം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. മാത്രമല്ല, ഇതിനകത്ത് ഏറ്റവും ഗുരുതരമായ പ്രശ്നം ആ പാട്ടുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ പാരഡി ആളുകൾ വളരെ പഴയ പാരഡിയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത പാരഡികൾ, പണ്ട് ഈ നാദൃഷയുടെയൊക്കെ പാരഡികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യകാലത്തൊക്കെയുള്ള ദിലീപിൻ്റെ നാദൃഷയുടെയൊക്കെ കുറേ പാരഡികൾ ഇറങ്ങുമായിരുന്നല്ലോ. അതിനകത്തൊക്കെ ഇന്ന് നമ്മൾ ഒരിക്കലും പ്രയോഗിക്കാൻ മടിക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങളും ആ രീതിയിലും ഒക്കെയാണ് പലതും ഇറങ്ങിയിട്ടുള്ളത്. അതിന് മുമ്പ് VD രാജപ്പൻ്റെ ആയാലും ഒക്കെ അത്തരം പാരഡികൾ ഇറങ്ങുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായിരുന്നു അന്നത്തെ തമാശ. ഇന്ന് കുറേ കൂടി പുതിയ തലമുറ, പുതിയ കുട്ടികൾ എല്ലാം കുറെ കൂടി പരിഷ്കൃതരായതുകൊണ്ട് ആ തമാശകൾ ആ മട്ടിൽ ഉൾക്കൊള്ളില്ല. ആ മട്ടിൽ ആ പഴയ പാരഡി എഴുതുന്ന ഒരാളാണ് ഇത് എഴുതിപ്പോയത് എന്നുള്ളതാണ് ഞാൻ. അല്ല ഹർഷ, പുതിയ വാർത്തയുണ്ട് കേട്ടോ. പോറ്റിപ്പാട്ടിൽ കേസെടുത്തിട്ടുണ്ട്. ഗാനരചയിതാവും ഗായകനും 1-2 പ്രതികളാണത്രേ. ശരി. അപ്പോൾ എന്തായാലും ഈ പരാതിയിലാണ് ആ പരാതി ഉണ്ടല്ലോ, ആ പരാതിയിൽ സ്വാഭാവികമായിട്ടും ആ നിലയ്ക്കൊരു കേസ് വന്നിട്ടുണ്ടായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആ മനോനിലയുള്ള ആ രീതിയിൽ പാട്ടെഴുതാൻ മാത്രം ശേഷിയുള്ള ഒരാളാണ്. അല്ലാതെ അദ്ദേഹം ഭയങ്കര ഒരു സാഹിത്യകാരൻ എന്നുള്ള മട്ടിലാണ് പിന്നെ ചർച്ച നടക്കുന്നത്. അതായത് ഒരു തട്ടിക്കൂട്ട് പാരഡി ഒപ്പിക്കാം അതിനപ്പുറത്ത് മഹാനിലവാരം കൽപ്പിച്ച് നൽകേണ്ട ഒരു എഴുത്തൊന്നുമല്ല അതിൽ നിന്നുണ്ടായത്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെതായിട്ട് ഈ പറയുന്ന GP കുഞ്ഞബ്ദുള്ള ചാലപ്പുറത്തിൻ്റെതായി വേറെ ചില പാരഡികൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അതിന് ശേഷം കണ്ടു. ആ കണ്ടത് സഹിക്കില്ല നമ്മൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്ര എന്താണ് അതിൽ ജാതീയതയും ഈ പറഞ്ഞ സ്ത്രീകൾക്കെതിരായ പരാമർശങ്ങളും ഒക്കെയാണ് ഈ പറയുന്ന GP കുഞ്ഞബ്ദുള്ള എഴുതിയതായി നമ്മൾ വേറെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ നിലയ്ക്ക് എടുത്താൽ മതി, ആ ഗൗരവത്തിലേ അതിനെ കാണാവൂ. ഇതൊരു ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് കുറേ ഒരു ആവേശ സംഘം ഒപ്പിച്ച ഒരു പാട്ട്. പക്ഷെ അതിനൊരു ഗൗരവ സ്വഭാവം ഉണ്ടായത് എപ്പോഴാണെന്നറിയോ?
ഈ പാട്ട് എം പിമാരെല്ലാം കൂടെ പാർലമെന്റിന് മുന്നിൽ പോയി നിന്നിട്ട് UDFന്റെ മുഴുവൻ എം പിമാരും കൂടെ പാടി. ഡീൻ കുര്യാക്കോസ് പാടിക്കൊടുക്കുന്നു, ബാക്കി എം പിമാർ പാടുന്നു. അതൊരു സുഖമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അതേക്കുറിച്ചുള്ള വിമർശനം അന്ന് തന്നെ കണ്ടത് ഗൗരവമുള്ള പല വിഷയങ്ങളും പല കാര്യങ്ങളിലും പാർലമെന്റിൽ ആ ദിവസം പ്രതിഷേധിക്കേണ്ടതായി ഉള്ളപ്പോൾ ഇവിടെ നിന്ന് അവിടെ പോയി ഈ ശബരിമല വിഷയം പറഞ്ഞിട്ട് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇതും പാടി നിൽക്കുന്നത് ഒരു പരിഹാസ്യമായ കാഴ്ചയാണെന്ന് ചിലർ പറഞ്ഞു. പക്ഷെ അവർക്കും പറ്റാത്ത, അവർക്കും നിയന്ത്രിക്കാനാവാതെ വന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ കരുതുന്നതെന്നറിയോ? പക്ഷേ 2 ദിവസമായിട്ട് ഞാൻ മൂളിപ്പാട്ടായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്നത് പോറ്റിയെ കേറ്റിയെ എന്നാണ്. അപ്പം ഞാനിവിടെ വന്നിരിക്കുമ്പോൾ സുജിത്ത് എന്നോട് പറഞ്ഞു ഇത് തന്നെയാണ് മനസ്സിൽ വരുന്നത്, പോറ്റിയെ കേറ്റിയെ എന്നാണ് വരുന്നത്. അപ്പോൾ അതങ്ങനെ ഭയങ്കര ഒരു ഹുക്കുള്ള സാധനമാണ്. അതങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ ഈ സ്വാമിയെ അയ്യപ്പോ എന്നുള്ള പാട്ടും ആ രീതിയിൽ അതിനൊരു താളം, അതിൻ്റെ താളം ആ രീതിയിലാണ്. അപ്പോൾ ആ താളം ഉള്ളതുകൊണ്ട് സ്വാമി അയ്യപ്പോ വീരമണിയുടെ പാട്ട് ആ കാലം മുതൽ എത്രയോ ഹിറ്റായിരിക്കുന്ന പാട്ടാണ്. നമ്മൾ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ കെ കരുണാകരൻ്റെ കാലത്ത് ഏറ്റവും വലിയ, അന്ന് പല കഥകളും കെ കരുണാകരനെ കുറിച്ച് പ്രചരിക്കും. അതായത് സ്പീഡ് അദ്ദേഹത്തിന് പോരാതെ വരുമ്പോൾ പിന്നിലെ സീറ്റിൽ ഇരുന്നിട്ട് ഡ്രൈവർക്കിട്ട് ചവിട്ടും അത്രയും സ്പീഡിൽ പോകാൻ പറഞ്ഞിട്ട്. അതായത് കെ കരുണാകരൻ സ്പീഡിൻ്റെ ആശാൻ എന്നുള്ളതാണ്. എല്ലാ കാർട്ടൂണുകളും വന്ന് കെ കരുണാകരനെ കുറിച്ച് വരുന്നത് സ്പീഡ് എന്നുള്ളതിലാണ്. അദ്ദേഹം വേഗത അദ്ദേഹത്തിന് വേണം, കാർ വേഗത്തിൽ വേണം. അതിനുശേഷം ഒരു ആക്സിഡൻറ്റിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായല്ലോ തിരുവനന്തപുരത്ത് വെച്ച്. അതിനുശേഷമാണ് പിന്നെ ആ കഥയൊന്ന് കുറഞ്ഞത്. ആ കഥയിൽ പോലും പറഞ്ഞിരുന്നത് കരുണാകരൻ്റെ സ്പീഡ് കാരണം ഉണ്ടായ അപകടം എന്നാണ്. അത് കോണ്ടസയും ബെൻസും ഒക്കെയാണ് അദ്ദേഹം മാറി മാറി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ കാലത്ത് ഇറങ്ങിയ പാട്ട് ഇതും ഈ ഹിറ്റാണ്. അതായത് മന്ത്രിയെ പയ്യപ്പോ പയ്യപ്പോ മന്ത്രിയെ എന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ടും ഹിറ്റാണ്. ഇതാണ് അതിന് കാരണം. അപ്പോൾ ആ പാട്ട് ആ നിലയ്ക്ക് ഹുക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിന് സമാനമായി വേറെ ചില കാര്യങ്ങൾ കൂടി സംഭവിച്ചു. ഇപ്പോൾ ചാലപ്പുറത്ത് പഞ്ചായത്തിലെ ഭരണം LDFൻ്റെ ഭരണം അവസാനിക്കുന്നു. അവിടെ സ്വാഭാവികമായും ഒരു സംവരണം ആണല്ലോ പഞ്ചായത്തുകളിലെല്ലാം. ആ നിലയ്ക്കാണ് പ്രസിഡന്റുമാരും എല്ലാം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രാതിനിധ്യം അവിടെ ഉണ്ടാവും. അവിടുത്തെ ഒരു ദളിത് പഞ്ചായത്ത് പ്രസിഡന്റ് മാറി പുതിയ തെരഞ്ഞെടുപ്പ് വരുന്നു. പുതിയ രീതിയിൽ സാഹചര്യം മാറുമ്പോൾ UDF അത് പിടിച്ചെടുക്കുമ്പോൾ അവിടെ ലീഗ് പ്രവർത്തകർ ചാണകവെള്ളം തളിച്ചു എന്നുള്ള വാർത്ത വന്നു. അപ്പോൾ ലീഗ് ഇന്ന് വെള്ളി വിളിച്ചിട്ടുണ്ട്, ഞങ്ങൾ ചാണകവെള്ളമല്ല അത് പുണ്യാഹം തളിച്ചായിരുന്നത്. ഇത് രണ്ടും തമ്മിൽ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസ്കാരികമായി എവിടെയാണ് ഒരു കുഴപ്പം ഉണ്ടാവുക എന്നുള്ളത് പരസ്പരം തിരിച്ചറിയാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടി ഇതിനകത്ത്. ഞങ്ങൾ പച്ചവെള്ളമാണ് തളിച്ചാണ്. അത് ഇതിനേക്കാൾ ചാണകം തളിക്കുന്നത് പോലെ തന്നെ ഒരു വഷളന്റെ ഏർപ്പാടാണ് അത് എന്നുള്ളത് അവർ തിരിച്ചറിയുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഒരു കാര്യം കൂടിയുണ്ട്, ഇന്നിപ്പോൾ ലീഗാണ് വാർത്ത ഉണ്ടാക്കുന്നത്. ലീഗാണ് ഇത്തരത്തിൽ പുകിൽ വാർത്തകൾ ഉണ്ടാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ നമ്മളുടെ ഭരണഘടനയിൽ പറയുന്നത് എന്താണ്? സയൻറ്റിഫിക് ടെമ്പർ അത് പ്രചരിപ്പിക്കേണ്ടത് ഒരു പൗരൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് എഴുതി വെച്ച ഭരണഘടനയുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞുള്ള പരിഹാസ്യമായ ചർച്ചകളിലേക്ക് പോകുന്നത്. ഒരിക്കലും അത് CPIMൻ്റെ പേരിൽ അത്തരം ഒരു ചർച്ച വരരുത് എന്ന് തന്നെയാണ് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നത്. മുമ്പ് പല ചർച്ചകളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മതമില്ലാത്ത ജീവൻ എന്ന് പാഠപുസ്തകത്തിൽ വന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ കോൺഗ്രസ് അടക്കം വൻ പുകിലുണ്ടാക്കിയിട്ടുണ്ട്. വളരെ പരിഹാസ്യമായ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ നിലയ്ക്ക് ഒരു കാരണവശാലും CPIM അത്തരം സാഹചര്യത്തിൽ പോകരുത് എന്ന് തന്നെയാണ്. അത് വിശ്വാസിയെ ഏതെങ്കിലും തരത്തിൽ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായാൽ തീർച്ചയായും വിശ്വാസിയുടെ പ്രശ്നത്തിനൊപ്പം നിൽക്കണമെന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല. ഇതിനകത്ത് വിശ്വാസമില്ല, ഇതിനകത്ത് വിശ്വാസമല്ല പ്രശ്നം, യഥാർത്ഥത്തിൽ കൊള്ളയാണ്. ഇപ്പം മോഷണം നടത്തി, അത് ശരിതെറ്റുകളൊക്കെ പിന്നീട് ശരിയായിക്കോട്ടെ. പക്ഷെ അവർ ഈ പാട്ടിലൂടെ ഉന്നയിക്കുന്നത് വിശ്വാസത്തെക്കുറിച്ചല്ല, ഈ പാട്ടിലൂടെ ഉന്നയിക്കപ്പെടുന്നത് മോഷണം എന്ന സംഗതിയാണ്. തനിഷ് നേരത്തെ പറഞ്ഞില്ലേ, ഈ പാട്ട് തിരിച്ച് CPIM പ്രതിരോധിക്കേണ്ടത് തിരിച്ചൊരു പാരഡിയാണെന്ന് പറഞ്ഞല്ലോ. എളുപ്പത്തിൽ എഴുതാവുന്ന അവരുടെ കുഞ്ഞബ്ദുള്ളമാരെ കൊണ്ട് ആരെ കൊണ്ട് എഴുതിയ പാട്ട് എളുപ്പത്തിൽ എഴുതാവുന്നേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പോറ്റി എന്നാണ് കയറിയത്. പോറ്റി 2004 കോൺഗ്രസ് ഭരണകാലത്ത് കയറിയതാണ് ശബരിമലയിൽ. അപ്പോൾ പോറ്റി കയറിയ കാലത്തെക്കുറിച്ച് അവർക്ക് പെട്ടെന്ന് ഒരു വരി ജയിലിൽ ഞങ്ങൾ കേറ്റിയെ ക്രെഡിറ്റ് എടുത്തില്ലേ? ഇതൊക്കെ ചെയ്യാനുള്ളതിന് പകരം ഇങ്ങനെ കേസ് കേട്ട് പോകണം. ഇനിയിപ്പോൾ കുഞ്ഞബ്ദുള്ളയേക്കാൾ നിലവാരത്തിൽ തീർച്ചയായും ഈ സനീഷിനെ സമീപിച്ചാൽ ഇതിന് ഒരു ബദൽ പാരഡി എഴുതി തരും എന്നുള്ള കാര്യം ഏതായാലും വ്യക്തമായി.